അമ്മേ, ടൈം ആവുന്നുണ്ട്. അമ്മ എന്റെ ഒപ്പം വാ. അമ്മ ശകുനം നിന്നാ നല്ലത് മാത്രമേ ഉണ്ടാവൂ. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക്സ് അമ്മേ. പോയിട്ട് വാ. എന്താ മോള്, നീ ഈ വീട്ടിൽ ഓക്കെ അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം, കേട്ടല്ലോ? ശരി അമ്മ. ഏട്ടാ വരൂ. നീ ശരിക്കും ചുറ്റുപാടുകളൊക്കെ കാണാൻ വന്നെയാണോ? നമ്മുടെ വീട്ടിൽ എന്തോ സംഭവിക്കുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഇത്ര ചെറിയ ഗ്യാപ്പിൽ നീ എന്താ ശ്രദ്ധിച്ചേ? അമ്മ ശ്രീകറിന്റെ എതിരെ നടന്നു വന്നപ്പോ ആവണിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. ആണോ? അതെ. എന്നാലും അവക്കെന്തിനാ ബുദ്ധിമുട്ടുണ്ടാവുന്നേ? അത് നമ്മൾ കണ്ടുപിടിക്കണം. അവള് വേണ്ടെന്ന് പറഞ്ഞിട്ടും ഞാനല്ലേ പുറത്തിറങ്ങാൻ പറഞ്ഞത്. ലാസ്റ്റ് മിനിറ്റില് അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ സങ്കടമായിട്ടുണ്ടാവും. അവളോടൊന്ന് സംസാരിക്കാതെ പോയി കഴിഞ്ഞാ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. Number you have dialed is switched off. ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ഇനിയിപ്പോ അവളോട് എങ്ങനെയൊന്ന് സംസാരിക്കുക? പ്രിയപ്പെട്ട എൻ്റെ ഭാര്യയ്ക്ക്
സ്വന്തം ഭർത്താവ് എഴുതുന്ന ക്ഷമാപണ കത്താണിത്. പുറത്തേക്ക് വരാൻ പറഞ്ഞ ഞാൻ എന്റെ അച്ഛനും അമ്മയും മുന്നിലേക്ക് വന്നപ്പോ കാലുമാറി നിന്നെ സങ്കടപ്പെടുത്തിയല്ലേ? വളരെ ക്രൂരമായ എന്റെ ആ പ്രവൃത്തി നിന്റെ മനസ്സിനെ വേദനിപ്പിച്ചുവെന്ന് എനിക്കറിയുന്ന കാര്യമാണ്. ഇനി ഒരിക്കലും ഇങ്ങനെ ആവർത്തിക്കാതെ ഞാൻ നോക്കിക്കോളാം. ഇപ്രാവശ്യത്തേക്ക് നീ മാപ്പാക്കണം. ഇല്ലെങ്കിൽ ശിക്ഷ തന്നോളൂ. നിന്റെ സങ്കടം തീരുന്നത് വരെ ഏത്തവിടാൻ പറഞ്ഞാലും ചുമ്മാ മിണ്ടാതെ നിൽക്കാൻ പറഞ്ഞാലും എന്തു പറഞ്ഞാലും ഞാൻ ചെയ്തു തരാം. നിന്റെ കണ്ണുകൾ നിറയുന്നതും നീ സങ്കടപ്പെട്ടിരിക്കുന്നതൊന്നും എനിക്ക് സഹിക്കില്ല. ഐ എം റിയലി സോറി. വലിയ വീട്ടിലെ മരുമകളാകും. ഏറെ പേര് കേട്ടൊരു വീട്ടിലേക്ക് കയറി ചെല്ലാൻ ഭാഗ്യമുണ്ട്. കാട്ടിൽ റാണിയെ കാണുമ്പോഴൊക്കെ നിനക്ക് ആവനീനെയാണോ ഓർമ്മ വരുന്നത്? അവളിപ്പോ എന്റെ സ്വപ്നത്തിലൊക്കെ വന്ന് ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരാളിയാ. നോക്കിയത് മതി, നീ ആദ്യം ഡിസ്കാർഡ് ചെയ്യടാ. എൻ്റെ ഫ്രണ്ടിനെ ചെരുപ്പ് കൊണ്ടടിച്ചു, എന്നിട്ട് ചെന്നൈയിലേക്ക് രക്ഷപ്പെട്ടു. എങ്ങനെങ്കിലും കണ്ടെത്തണം. ഇറ്റ്സ് വെരി എമർജൻസി സർ. ശരി സാർ, ആസ് early as പോസിബിൾ ഞാൻ ഒരു ഗുഡ് ന്യൂസ് പറയാം. നിങ്ങളുടെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഓക്കെ സാർ. എന്താടാ പെട്ടെന്ന് ചെന്നൈയിലെത്തിയെന്നൊക്കെ അറിഞ്ഞു? എന്താടാ കാര്യം? ഞാനിവിടെ ഒരു ജോലിക്ക് വേണ്ടി വന്നപ്പോ ആവണിയെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞു. എന്താടാ അറിഞ്ഞത്? ആവണി ഉള്ളത് ചെന്നൈയിലാണെന്ന് അറിഞ്ഞേ. വാട്ട്? അതെ സുരേന്ദ്ര, ചെന്നൈയിലുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? എന്റെ ഫ്രണ്ടിനെ ആവണിയുടെ ഫോട്ടോ കാണിച്ചപ്പോ അവൻ കുറച്ചു ദിവസം മുമ്പ് കണ്ടതാണെന്നാ പറഞ്ഞേ. നമ്മുടെ കയ്യിൽ നമ്മൾ രക്ഷപ്പെട്ടു വന്നത് ചെന്നൈയിലോട്ടാണോടാ? വേറെന്തെങ്കിലും ഡീറ്റെയിൽസ് പറഞ്ഞോ? കണ്ടെന്നല്ലാതെ മറ്റൊന്നും അറിയില്ലെന്നാ പറഞ്ഞത്. നീ ഉടനെ സ്റ്റേഷനിലേക്ക് പോയി ആവനിയുടെ ഫോട്ടോ കാണിച്ച് എൻക്വയറി ചെയ്യ്. ചെന്നൈയിലെ സകല സ്റ്റേഷനിൽ കയറി എൻക്വയറി ചെയ്യ്.
അതിനു വേണ്ടിട്ട് പോലീസുകാരെ പൈസ കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് അവൻ നോക്കിക്കോളും. അവളെ പിടിക്കുന്നവന് 10 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറ. ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗുഡ് ന്യൂസ് എത്രയും പെട്ടെന്ന് അറിയിക്കാന്നാ പറഞ്ഞേക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തന്നെ വിളിച്ചോളാം. നീ ചെന്നൈയിലാണല്ലേ അവനെ. നീ ഭൂമിയിൽ എവിടെയാണെങ്കിലും വിടില്ല ഞാൻ. എന്താ അങ്ങനെ നോക്കുന്നത്? നിങ്ങൾ എന്റെ അടുത്തുനിന്ന് പോയിട്ട് എത്ര മണിക്കൂറുകള്, എത്ര മിനിറ്റുകള്, എത്ര സെക്കൻഡുകളായെന്ന് നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടോ? അല്ല, നിങ്ങൾക്ക് എന്നെ അറിയോ? ഞാൻ എല്ലാ സമയത്തും നിന്നെ ഓർത്തായിരിക്കുന്നേ. നീ എന്റെ ഹൃദയത്തിലല്ലേ ഉള്ളേ. സാറേ, സാർ ആരോടാ സംസാരിക്കുന്നത് സാറേ? അത് ആരോടാന്ന് വെച്ചാ അത് താൻ ആ കോഫി എവിടെ വെച്ച് പോയേ? താൻ എന്താ ചെയ്ത അവനി? ഇന്നലെ വീട്ടിലെത്തിയതേ ഉള്ളൂ, അപ്പോഴേക്കും അടുക്കളയിലേക്ക് വരെ എത്തിയോ? 4 ദിവസം കൂടെ കഴിഞ്ഞാ എന്തൊക്കെ ചെയ്യുവോ എന്തോ. നിങ്ങളുടെ ഭർത്താവിന് സിനിമ പ്രാന്ത്, എന്റെ ഭർത്താവിന് ഷെയർ പ്രാന്ത്. അവരെന്തായാലും നമ്മളെ പുറത്തു കൊണ്ടുപോകാൻ പോകുന്നില്ല. നമുക്ക് തന്നെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. ആ ശരിയാ. ചേച്ചി, എന്താ? അവനീ എന്താ ചെയ്തേ? സ്വന്തം വീടാണെന്ന് കരുതി പാചകം ചെയ്യുന്നുണ്ട്. ആണോ? ആണോ? വന്നിട്ട് 1 ദിവസം പോലും ആയിട്ടില്ല, അപ്പോഴേക്ക് എന്തൊക്കെ സ്വാതന്ത്ര്യം എടുക്കുന്നേ നോക്കിക്കേ. അമാവാസിക്കും പൗർണമിക്കും ഞാൻ ഫുഡ് ഉണ്ടാക്കും. ഇതിപ്പോ എനിക്ക് ബാഡ് നെയിം ആവുമല്ലോ. ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, എന്റെ പണി കുറയുമല്ലോ. അടുക്കള വരെ എൻ്റർ ആവുന്ന ആൾക്കാരെ അത്ര നിസ്സാരമായിട്ട് എടുക്കാൻ പാടില്ല ചേച്ചി. അവരെ സമയം നോക്കി വാമനന്റെ അവതാരം എടുക്കും, നമ്മളെ ചവിട്ടി താഴ്ത്തും. അയ്യോ, അങ്ങനെങ്ങാനും ചെയ്യോ? പിന്നെ കിച്ചൺ പൊളിറ്റിക്സിനെക്കാളും വലിയ പൊളിറ്റിക്സ് ഇല്ല എന്നുള്ളത് വെറുതെ പറയുന്നതല്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതിഥിയായാ മതി, അധികമാവണ്ടെന്ന് വോൺ ചെയ്യണോ? ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി എന്തും ചെയ്യുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കൈകൊണ്ട് തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. എങ്ങനെ? ആവണി ഇപ്പൊ എന്താണോ പാചകം ചെയ്യുന്നത് അത് ഇവിടെ ആർക്കും ഇഷ്ടപ്പെടാൻ പാടില്ല. അപ്പോ അച്ഛനും അമ്മയൊക്കെ എന്തു പറയും? നോക്കു മോളെ, നിനക്ക് പാചകം ചെയ്യാൻ അറിയില്ലെങ്കിൽ എന്റെ വസന്തയെ കണ്ട് പഠിച്ചോ, അല്ലാതെ നീ ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കല്ലേ എന്നേ അച്ഛൻ പറയൂ. വെരി ഗുഡ്. നീ ഇനി സ്റ്റൗവിന്റെ അടുത്തേക്ക് പോകണ്ടെന്ന് അമ്മമ്മയും പറഞ്ഞോളൂ. സൂപ്പർ കാവ്യ. ആ, ഇനി നമുക്ക് ലേറ്റ് ആക്കണ്ട, വന്നേ വാ. പുറത്തു വരുമെന്ന് തോന്നില്ല, എന്താ ചെയ്യാ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അവളെ റൂമിലേക്ക് അയക്കാം നമുക്ക്. എന്താ ചെയ്യാ? ഹലോ, ഒരു മിനിറ്റ് ഒന്ന് ലൈനിൽ നിൽക്കണേ. അവൾ
അവസരം അവളായിട്ട് തന്നെ തന്നു. വാ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാം. നടക്ക ആരുടെയും ശ്രദ്ധപ്പെടാതെ ഞാൻ വന്നതാ. ഇനി പറഞ്ഞോളൂ. താൻ എന്താ ചെയ്യുന്നേ? പാചകം ചെയ്തോണ്ടിരിക്ക. സത്യമായിട്ടും? ഇതിലിപ്പോ നുണ പറയാൻ എന്താ? ഈ കാര്യം അമ്മയൊക്കെ അറിഞ്ഞോ? സർപ്രൈസ് ആയിട്ട് ചെയ്യുന്നതാ. തന്റെ പാചകത്തിലെ എല്ലാവരും എന്തായാലും വീഴും. അടിപൊളിയായിട്ടുണ്ട്. അതിങ്ങെടുക്ക്. ഇന്ന ചേച്ചി മുളകിട. നീ ഒന്ന് നോക്കടി. ഞാൻ ഉപ്പിടാം. ചേച്ചി 2 സ്പൂൺ മതി. അധികം ഇട്. ആവണിക്കൊരു ചീത്തപ്പേരുണ്ടാക്കാൻ പാകത്തിന് ഇട്ടാ മതി. അല്ലാതെ നമ്മളോട് സംശയം തോന്നാൻ പാടില്ല. നീ അവള് വരുന്നോ നോക്ക്. ലാവണ്യം മുളകിട്. അച്ഛനും അമ്മയൊക്കെ ഒന്നും പറയാണ്ടിരുന്നാ മതിയായിരുന്നു. തന്റെ കൈപുണ്യത്തിലെ ഫ്ലാറ്റ് ആവാത്ത ആരുമില്ലടോ. യു ഡോണ്ട് വെറി. താനിങ്ങനെ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെയാ. അപ്പൊ പെട്ടെന്ന് എല്ലാരും തന്നോട് കമ്പനി ആയിക്കോളും. താനെന്നാ കണ്ടിന്യൂ ചെയ്യേ. ശരി ഞാനെന്നാ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. നിങ്ങൾ വേഗം വരാൻ നോക്ക്. ശരി എന്നാ. വരുന്നുണ്ട് വേഗം വന്നേ. എല്ലാരും ഭക്ഷണം കഴിക്കാൻ വന്നേ. ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ ആവണമെന്നല്ലേ നിന്റെ ആഗ്രഹം? ബാഡ് ഇംപ്രഷൻ ആക്കുന്ന കാര്യം ഞങ്ങളേറ്റും. ചേച്ചി 2 സ്പൂൺ ഇട്. മതി. എന്തിനാ മോളെ വിളിക്കുന്നേ? ഇവിടെ ഉള്ളവരൊക്കെ എന്തേ? വസന്ത, ലാവണ്യ. ഇന്നത്തെ പാചകം ഞാനാ ചെയ്തത്. മോളോ? നീ ഇവിടുത്തെ അതിഥിയാണ്. മോൾ എന്തിനാ ചെയ്യുന്നത്? ഞാൻ ചെയ്യാൻ വേണ്ടി ചെന്നപ്പോഴേക്കും അവള് ചെയ്തു കഴിഞ്ഞമ്മേ. ഇഷ്ടം പോലെ കാണിക്കട്ടെ എന്ന് ഞാനും അങ്ങ് കരുതി. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ അതിന് ഇഷ്ടം പോലെ എന്ന് പറയരുത് ചേച്ചി, ഇഷ്ടത്തോടെ എന്ന് പറയണം. അത് തന്നെ. എന്നാലും നീ എന്തിനാ മോളെ ഇതൊക്കെ ചെയ്യുന്നേ? വീടെന്ന പോലെ ഈ വീട്ടിൽ നിൽക്കാനുള്ള അവസരം നൽകി. അങ്ങനെയാവുമ്പോ ഈ വീട് എന്റേതും കൂടിയല്ലേ.